നമസ്കാരം സാർ. ചിരി വരണ്ട. ഇല്ല സാർ. എന്നാ റൂമിൽ പോയിരിക്കേ. കമ്പ്യൂട്ടർ റൂമിൽ AC ഉണ്ട്. ശരി സാർ. മാഡം ID കാർഡ് കിട്ടിയില്ലല്ലോ. തന്നിരുന്നു സാർ. നിന്റെ അല്ല, ഇവളുടെ. നമ്മുടെ ഫോൺ ഓഫായി പോയി സാർ. ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണില്ല. നിന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ID മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും നീ ഫോണൊന്ന് എടുക്ക്. ഫോൺ എടുക്കടാ, ഞാനൊന്ന് കാണട്ടെ. ഫോൺ എടുക്കടാ. താടാ ഇങ്ങോട്ട്. സാർ, എൻ്റെ സ്വകാര്യത. എന്ത് സ്വകാര്യതയാടാ ഇതിനകത്തുള്ളത്? ഞങ്ങളുടെ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ. എന്നാ ഞാൻ ഒന്ന് കണ്ടുതരാം. കാണട്ടെ. പിൻ നമ്പർ പറയടാ. പറയടാ. 1 1 പറയടാ. 2 2 3 3 പറയടാ. 4 4 ഭയങ്കര പിൻ നമ്പറാണല്ലോടാ. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം. നീ അവിടെ ഇരിക്ക്. സാർ. സാർ, അടങ്ങിയിരിക്കടാ. പോയി ഫോൺ എടുത്തോണ്ട് വേണം കോപ്പ. സാബിൻ്റെ 2 ബസ് റെന്റ് വാങ്ങിച്ചിടാൻ വല്ല മാർഗമുണ്ടോ? അതാണല്ലോ എൻ്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിൽ ആ സാറ് നസീറിന്റെ ഫോൺ എടുത്തോണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മാ അയാളുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവവും. ഇതാ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്? താനൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാതെ താൻ നാവ് തുറന്ന തന്നെ കേക്കും പാട്ട് എല്ലാം കൂടെ ഞോക്കപ്പില്ലിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? സോറി. താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ടിരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്? മേഡം, അവരുടെ ചാറ്റ് ഒന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം, അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രശ്നമാവും. തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ. അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയോടൂ?
അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് അപ്പം എൻ്റെ. ഡോ, തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ, എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈൽ നോക്കാലോ. ഡോ, താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധികളുണ്ടല്ലോ എങ്ങനെയൊക്കെ ചെയ്യും. ഫോണിങ് എന്നാ മാഡം, ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോടോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ നന്നായി, അത് വേഗം അരവിന്ദന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്ന് അതിന് എൻ്റെ കൂടെ നിൽക്കോടോ. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. സാറേ, സ്ട്രൈറ്റ് തന്നെയല്ലേ പോണ്ടേ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സാർ. ഓരോരുത്തന്മാർ കാട്ടിയിട്ട് എൻ്റെ അതിൻ്റെ തൊട്ടേക്കാണ് കയറാൻ വരുന്നത്. സാർ, ആ ഉത്തമ, ഞാൻ CI സാറ് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങ് വാ. പുള്ളിക്ക് എന്തോ കൃത്യമായ പ്ലാനുണ്ട്. നമ്മളങ്ങ് നിന്നുകൊടുത്താൽ മതിയടോ. താൻ വേഗം വാ. ആർമുക, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറുമ്പോ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. തൻ്റെ പണി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ CI ആണെങ്കിൽ പഴയതിനേക്കാളും അലമ്പന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
നേരം വെളുക്കുമ്പോഴേക്ക് ഇവന്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്ന് പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്. താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ? സാറേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം. രഘു സാറേ, ഇയാളിത് എവിടെ പോയി? വാ. സന്തോഷിൻ്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലിലാണ് ഈ രവിയണ്ണൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അയാൾ നിന്റെ കഴപ്പൊക്കെ ഞാൻ തീർത്തിയാണ്. ഈ നായിന്റെ മോനെടുത്ത് സ്റ്റോർ റൂമിലിട്. സാറേ, എനിക്കെൻ്റെ അടുത്ത വാർഷികമെങ്കിലൊന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ. ഇവിടെ നിന്നാൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഞാൻ നടന്നിറങ്ങി പോയിക്കോളാം സാറേ. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പം ആഘോഷിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. അയ്യോ സാറേ, ഇവരെല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം. സാറേ ഞാൻ നിനക്കിതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം. ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക. അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം. ഈ സമയത്ത് വിളിച്ചാൽ അവർ വരില്ല സാറേ. നീ വിളിച്ചാൽ ഏത് നട്ടപ്പാരയ്ക്ക് അവന്മാർ പറന്നു വരും. ഇനി വന്നില്ലെങ്കിൽ എൻ്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി ഇറങ്ങും. നിന്റെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഹലോ, രമേശൻ എങ്ങനെയുണ്ട്? ശങ്കരണ്ണ രമേശൻ ഓക്കെയാണ്. ശങ്കരണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനാകെ പ്രശ്നത്തിലടാ. എന്താണ്? എന്നെ പോലീസ് പിടിച്ചു. ഒരു പുതിയ CI. അയാൾക്കെന്തോ വട്ടാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ കൊട്ടി ഇപ്പൊ തന്നെ കേൾക്കണമെന്ന്. സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒറ്റാളും ഇങ്ങോട്ട് വന്നു പോരുത്. പിന്നെ ഹൈവേക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി അതിന്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും മേടിക്കണം. ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ജാക്സൺ ബസാർ പോലീസുകാർക്ക് ഹലോ, അവന്റെ ഒരു ജാക്സൺ ബസാർ. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു. നമുക്ക് ഓട്ടം മതിയാക്കാം.
പാപ്പൻ പറഞ്ഞാൽ ശരി. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓടുക? നമുക്ക് ഈ ഓട്ടം മതിയാക്കാം. നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ ചന്ദ്രൻ വക്കീലിനും കൂടി സ്റ്റേഷനിൽ വന്നാൽ മതി. അവർക്ക് ജാക്സൺ ബസാറിൻ്റെ ബാൻഡ് വേണമല്ലേ കാണണ്ടേ? നമുക്ക് കാണിക്കാം. ഇവിടെയാണോ? ഇവിടെയാണോ? ശരത്തെ. ആ സാറേ. ഒരു ചെറിയ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടാവില്ലേ? ആ, അതൊക്കെ ഉണ്ട് സാറേ. വണ്ടി അകത്തോട്ട് ഇതല്ലേ വണ്ടി? ആ സാറേ. ഞാൻ നോക്കിയൊക്കെയാണ്. ഈ വണ്ടിയുടെ ആൾക്കാരെവിടെ? സാറേ, അവന്മാർക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. ആയിക്കോട്ടെ, അവന്മാരെവിടെ? മര്യാദക്ക് അവന്മാരെ എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ലോക്കറ്റ് ഇട്ടേ നമുക്ക് ഒരുമിച്ചങ്ങ് പോവല്ലേ? അതെ സാറേ. സർ, ഉത്തമൻ. മനസ്സിലായി. താനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലടോ ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോഴെങ്ങനാ ഡ്യൂട്ടി തുടങ്ങുമല്ലേ? സാറ് വരുന്നവരെ ഇറങ്ങിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു സാർ. ആളെ സ്റ്റോർ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അരവിന്ദ് സാറ് പുറത്തല്ലേ? ആളെ കുറച്ചേരം കൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കാതിരുന്നാൽ മതി സാർ. അയാൾക്ക് പുലരുവോളം ഓടാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. താനങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. സർ. ഹലോ. ഹലോ സാർ. അവന്മാരെ പൊക്കി. വെരി ഗുഡ് സാർ. ഞാൻ എത്താൻ കുറച്ച് വൈകും സാറേ. ഇവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അവർക്ക് കിട്ടാൻ പോണത് ആകെ 3000 രൂപയുടെ പെറ്റിയാ. ഈ നാട് മൊത്തം അവന്മാരെ തന്നെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ളതൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയാൽ പോരെ സാറേ? മതി, താൻ പതുക്കെ വന്നാൽ മതി. ക്രമസമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഉള്ള സമാധാനം തകർക്കുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. തന്നെപ്പോലെ നല്ല 2 പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. സാർ, സാറിൻ്റെ ഒരു പുഷുകളുണ്ടോ ഇവിടം വരെ എത്തിയത്. താങ്ക് യു സാർ. ശരി, എന്നാൽ കാര്യങ്ങൾ നെരിപ്പായി നടക്കട്ടെ. ഓക്കെ.